Hi friends, welcome to Vims corner. Happy Diwali to all. ഇന്ന് നമ്മളൊരു Diwali സ്പെഷ്യൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഡ്രൈ ഫ്രൂട്ട് ട്രേ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം, എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അതിന് നമുക്ക് 2 കാർഡ്ബോർഡ് ആവശ്യമാണ്, സെയിം സൈസ് ഷേപ്പിലുള്ളത്, പിന്നെ ന്യൂസ് പേപ്പർ സ്ട്രോസും ഗ്ലൂവും. എന്നിട്ട് ഫസ്റ്റ് പീസ് ട്രയാങ്കിൾ എടുത്ത് അതിന് നമുക്ക് സ്ട്രോസ് ചെറിയ സൈസ് മതി, അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ലോങ് ഉള്ളത് നടു കട്ട് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ആ ഫസ്റ്റ് പീസ് ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും ഗ്ലൂ ഒട്ടിച്ചിട്ട് അതിൻ്റെ ഓരോ കോർണറിലും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോസ് ഒട്ടിച്ചു കൊടുക്കുക. ഫസ്റ്റ് 3 കോർണേഴ്സ്, അതിന് ശേഷം സൈഡ്സ് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കോർണറിൻ്റെ നെക്സ്റ്റ് വെക്കുന്നത് ഇച്ചിരി ചെരിച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് വരത്തില്ല, അങ്ങനെ ഒത്തിരി ഡിസ്റ്റൻസ് വരും. അതുകൊണ്ട് ചെറിയതായിട്ട് ചെരിച്ച് വയ്ക്കുക. ഇതേപോലെ എല്ലാം സെയിം ഡിസ്റ്റൻസിൽ നമ്മൾ സ്ട്രോസ് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ 3 സൈഡും നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇനി നമ്മൾ സെക്കൻഡ് കാർഡ്ബോർഡ് എടുത്ത് ആ കാർഡ്ബോർഡിൽ നമ്മൾ ഏതാണോ കണ്ടെയ്നർ എടുക്കുന്നത് അത് വെച്ചിട്ട് നമ്മൾ സർക്കിൾ ചെയ്ത് കൊടുക്കുക. ഞാൻ സർക്കിൾ ആയതുകൊണ്ട് സർക്കിൾ. പിന്നെ ആ 3 സർക്കിളിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഇതിൽ നമുക്ക് ന്യൂസ് പേപ്പർ സ്ട്രോസ് വെക്കണം, അതിന് വേണ്ടി മാർക്ക് ചെയ്തതാണ്. ഇതേപോലെ നമ്മൾ ബാക്കി 2 ഫിനിഷ് ചെയ്ത ശേഷം ആ സർക്കിൾ വരച്ചതിൻ്റെ ഔട്ടറിൽ നമ്മൾ ഡോട്ട് ചെയ്തതിൻ്റെ അനുസരിച്ച് നമ്മൾ ഹോൾ ചെയ്ത് കൊടുക്കുകയാണ്, ഇതിൽ കാണുന്ന പോലെ. എന്നിട്ട് ആ ഹോൾ ഇച്ചിരി ഒന്ന് വലുതാക്കി കൊടുക്കുക, എന്ന് വെച്ചാൽ സ്ട്രോസ് കയറണ്ടേ, ന്യൂസ് പേപ്പർ സ്ട്രോസ്. അപ്പോൾ അതേപോലെ നമ്മൾ ബാക്കി 2 കൂടി ഫിനിഷ് ചെയ്ത് നമ്മൾ ഹോൾസ് ഒക്കെ റെഡിയായി. ഇനി നമുക്കതിൽ ന്യൂസ് പേപ്പർ സ്ട്രോസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതേപോലെ നടുമടക്കി 2 ഹോൾസ് കൂടെ നമ്മൾ 2 എൻഡ് ഇൻസേർട്ട് ചെയ്ത് നന്നായി വലിച്ച് അത് കറക്റ്റായിട്ട് വരും. ഇതേപോലെ എല്ലാം ചെയ്യാം, എല്ലാ സ്ട്രോസ് എടുത്ത് നടുമടക്കി ഇതേപോലെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആ 3 സർക്കിൾസ് ഇതേപോലെ ഫിനിഷ് ചെയ്തു. ഒന്ന് ഫിനിഷ് ചെയ്തു, ഇതുപോലെ 3 ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ ഫസ്റ്റ് ബേസും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് കാർഡ്ബോർഡും കൂടി ഒരുമിച്ച് വെച്ച് ഒട്ടിക്കുക. താഴത്തെ ബേസ് നമ്മൾ ട്രേ ഉണ്ടാക്കാനാണ്, അപ്പോൾ അതിന് മെടയണം. അപ്പോൾ ഒരു സ്ട്രോ എടുത്ത് നടുവായിട്ട് മടക്കി ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് ഈ കോർണറിൽ നിന്ന് ഫസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്യാം. എന്നിട്ടത് അതിൻ്റെ ഇടയിൽ മറ്റേ തൊട്ടടുത്തുള്ള സ്ട്രോയിലേക്ക് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ പറയുമ്പോൾ നമുക്ക് ഏത് സ്ട്രോ ആണ് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് വരാം. എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് ഇപ്പോൾ എൻഡ് എത്താറാവുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യണം. ഇനി പിന്നെ മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ 2 സ്ട്രോസ് ജസ്റ്റ് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മറ്റേ സ്ട്രോസ് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്ത് അതിലോട്ട് ഫെവിക്കോൾ ഡ്രോപ്പ് ചെയ്ത് അതിന് മേലിലോട്ട് നമ്മൾ ഈ സ്ട്രോസ് ഇൻസേർട്ട് ചെയ്യും. ഇതുപോലെ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ നേരത്തെ മെടഞ്ഞ പോലെ തന്നെ ഫുൾ മെടഞ്ഞ് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടേക്ക് എത്താം. ഇതേപോലെ ഫുള്ളായി ചെയ്യാം. ഇതുപോലെ സ്ട്രോസ് എൻഡ് ചെയ്യുമ്പോൾ ഇതേപോലെ കണക്ട് ചെയ്ത് നമുക്ക് ഫുൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത വരെ നമ്മൾ മെടഞ്ഞെത്തണം. ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എത്തിയ ശേഷം നമ്മൾക്കത് തിരിച്ച് മെടയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ന് വെച്ചാൽ ആ കോർണറിലെത്തുമ്പോൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്തതിൻ്റെ താഴെയുള്ള സ്ട്രോ മോളിക്കൂടെ ലൂപ്പിക്കൂടെ നമ്മളിടണം. നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത അതിൻ്റെ അവിടെ അതുപോലെ ട്വിസ്റ്റ് ചെയ്തതിൻ്റെ താഴെയുള്ള സ്ട്രോ നമ്മൾ മോള് ചെയ്ത പോലെ തന്നെ താഴെ ഇൻസേർട്ട് ചെയ്യുക. അത് ഇങ്ങനെ ഒരു കയറാൻ പറ്റില്ലെങ്കിൽ നമ്മളൊരു എന്തെങ്കിലും ഷാർപ്പായ സാധനം ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം താഴെയുള്ള സ്ട്രോ മുകളിലുള്ള സ്ട്രോ താഴത്തോട്ട്. ആ വീഡിയോ കൊടുക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എങ്ങനെ ഇൻസേർട്ട് ചെയ്യാനുള്ളത്. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ ട്വിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ ട്വിസ്റ്റ് ചെയ്ത് വരിക, മെടയണ പോലെ തന്നെ. അതിന് വേറെ വ്യത്യാസമൊന്നുമില്ല, അവിടെ മാത്രം ഒന്ന് ടേൺ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമ്മൾ സെക്കൻഡ് റോ ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യണം. സെക്കൻഡ് റോ അതേപോലെ തന്നെ വെച്ചു. തേർഡ് റോയ്ക്കും ഒരു മാറ്റമില്ല. സെക്കൻഡ് റോ എങ്ങനെയാണോ കണ്ടിന്യൂ വന്നിരിക്കുന്നത് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് തേർഡ് റോയും എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് 4th റോയിലാണ് ആ ഒരു ട്വിസ്റ്റിങ് വരുന്നത്, തിരിച്ചു മെടയുന്നത്. എന്നിട്ട് നമ്മൾ 3rd റോ ഫിനിഷ് ചെയ്തു. ഇനി 4th വരുമ്പോൾ നമ്മൾ സെക്കൻഡിൽ ചെയ്ത പോലെ തന്നെ
താഴത്തെ സ്ട്രോ മുകളിലും മുകളിലത്തെ സ്ട്രോ താഴത്തോട്ട് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ക്ലിയർ ആവും. ഇതേപോലെ ചെയ്ത് നമുക്ക് പിന്നെ മെടയുന്നതെല്ലാം നോർമൽ അതുപോലെ മെടഞ്ഞെടുക്കാം. സെക്കൻഡ് റോ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെ ആ കോർണർ ട്വിസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് മെടഞ്ഞിട്ട് അത് ഫിനിഷ് ചെയ്യാം. നമ്മൾ 4 റോസാണ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ റോസ് വേണമെങ്കിൽ ഇതേപോലെ 2 കൂടി ചെയ്യാം. നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട്, നമ്മുടെ ട്രേയുടെ വലിപ്പം അനുസരിച്ചിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ സൈസ് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഇതിൻ്റെ സൈസും ഷേപ്പും നമുക്ക് വേരി ചെയ്യാം. ഇത് 4th റോ ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ആ കോർണർ മുമ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് അത് കട്ട് ചെയ്ത് നീറ്റാക്കി എടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒരു ഷാർപ്പ് എഡ്ജ് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്ത് ഈസി ആയിട്ട് അത് ഉള്ളിലോട്ട് പോകും. പിന്നെ ഗ്ലൂ വെച്ച് നമുക്ക് ഒട്ടിക്കാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നല്ലൊരു ഗിഫ്റ്റ് ഐറ്റമാണ് ഇത്. ഫിനിഷ് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ഇതിപ്പോൾ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ളൂ. ട്രേയുടെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ട്രോസിന് നമുക്ക് ജസ്റ്റ് ചെറിയൊരു മെടവ് ചെയ്യാണ്. എന്നു വെച്ചാൽ ഒരു സ്ട്രോ എടുത്ത് നെക്സ്റ്റ് സ്ട്രോൻ്റെ അടിയിൽ കൂടെ എടുത്ത് സൈഡിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുക. ആ വീഡിയോ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇൻസേർട്ട് ചെയ്യുക ഉള്ളിലോട്ട്. കെയറിലില്ലെങ്കിൽ ഒരു ഷാർപ്പ് എഡ്ജ് വെച്ച് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. ഇതേപോലെ എല്ലാം ചെയ്തെടുക്കുക. ലാസ്റ്റ് എൻഡ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സർക്കിളിൻ്റെ ഇടയിൽ കൂടെ എടുത്ത് ജസ്റ്റ് അപ്പുറത്തെ സൈഡിൽ ഇൻസേർട്ട് ചെയ്ത് എല്ലാം നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആർച്ച് ഒരു ട്രേ നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി അതിനെന്താ ചെയ്യുക, എവിടെയാണ് ഇൻസേർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ ഗ്ലൂ വെച്ച് ഒട്ടിച്ച് നമ്മളത് കട്ട് ചെയ്ത് കളയും. വളരെ നീറ്റാവുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന രസമില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. തുണി വെച്ച് നമ്മുടെ കൈ ചീത്തയാവത്തില്ല. അല്ലെങ്കിൽ ഈ ഗ്ലൂവും പേപ്പറിൻ്റെ ഗമ്മ് വരുമ്പോൾ കൈ കറുത്ത കളർ വരും. കഴുകിയേ പോവും. എന്നാലും നമ്മൾ തുണി വെച്ച് വരുമ്പോൾ പിന്നെ ഒട്ടുന്നതിനും കുറച്ച് കുറവുണ്ടാവും. ഇതേപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആർച്ചായിട്ടുള്ള ട്രേയുടെ സെറ്റിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇടാനുള്ള ആ ബോക്സസിൻ്റെ ഷേപ്പ് അനുസരിച്ച് നമുക്ക് താഴെ എങ്ങനെയാണോ മെടഞ്ഞ് അതേപോലെ തന്നെ മെടഞ്ഞാൽ മതി. ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ സർക്കിൾ, ഇത് സർക്കിൾ ഷേപ്പ് ആയതുകൊണ്ട് സർക്കിൾ ചെയ്തെടുക്കുക. ഇടയ്ക്ക് നമ്മൾ നമ്മുടെ സൈസ് ഏതാണോ കണ്ടെയ്നർ എടുക്കണേ അതൊന്ന് വെച്ച് നോക്കണം. ഇല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ചില നമ്മൾ ടൈറ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഇത് സൈഡിലുള്ള സർക്കിൾ ഞാൻ ചുമ്മാ റബ്ബർ ബാൻഡ് ഇട്ടത്, അല്ലെങ്കിൽ നമ്മൾ മറ്റേത് മെടയുമ്പോൾ നമുക്ക് ഇച്ചിരി ഡിസ്റ്റർബൻസ് ആയിരിക്കും. അതിൻ്റെ സ്ട്രോസ് ഇങ്ങോട്ട് വന്നിട്ട് നമുക്കത് ഇച്ചിരി കറക്റ്റായിട്ട് മെടയാൻ പറ്റില്ല. അപ്പോൾ അതേപോലെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇതേപോലെ താഴെ 2 റോയേ ചെയ്യുന്നുള്ളൂ. കുഞ്ഞ് ഹൈറ്റിലുള്ളതല്ലേ ഉള്ളൂ. നമ്മുടെ കണ്ടെയ്നർ അനുസരിച്ച് അത് നമുക്ക് വേരി ചെയ്യാം. അതിനുശേഷം നമ്മൾ വേറൊരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്ട്രോസ് എടുത്ത് അത് നമ്മൾ മുടി മെടയില്ല അതേപോലെ മെടഞ്ഞു കൊടുക്കുക. വേറെ നമ്മുടെ മുടി മെടയുന്നത് എങ്ങനെയാണോ അതേപോലെ മെടയുക. ഇച്ചിരി ലെങ്ത്തിൽ വേണം. അപ്പോൾ നമ്മുടെ സ്ട്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് എങ്ങനെയാണോ സ്ട്രോസ് ജോയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ 3 ജോയിൻ ചെയ്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മെടഞ്ഞെടുക്കാം. ഇതേപോലെ മെടഞ്ഞ് സ്ട്രിപ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടെയ്നർ എവിടെയാണോ എന്ന് വെച്ചാൽ കണ്ടെയ്നറിൻ്റെ മുകളിലത്തെ ഭാഗത്ത് നമ്മൾ ഈ മെടഞ്ഞ സ്ട്രിപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സ്ട്രോയിൻ്റെ അവിടെ ഗ്ലൂ ഒട്ടിച്ചിട്ട് ആ സ്ട്രിപ്പ് മെടഞ്ഞ സ്ട്രിപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മുടെ കണ്ടെയ്നറിൻ്റെ ടോപ്പ് എൻഡിൽ എവിടെയാണോ കണ്ടെയ്നറിൻ്റെ ഓപ്പൺ പ്ലേസ് വരുന്നത് ആ ഒരു എഡ്ജിൽ നമ്മൾ ഇത് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് മുകളിൽ വേറൊരു മെടിച്ചിലും മുകളിൽ അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് കിട്ടും. അതിനനുസരിച്ച് ഒട്ടിച്ചു കൊടുത്താൽ നമ്മൾ അത് ഫിനിഷായി. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള എക്സസ് നമ്മുടെ താഴെ ചെയ്തുല്ലോ പിന്നെ സർക്കിൾ അതേപോലെ തന്നെ ട്രേയുടെ എഡ്ജ് ചെയ്തില്ല അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഒരു സ്ട്രോയുടെ അപ്പുറത്ത് അടിയിൽ കൂടെ എടുത്ത് നമ്മൾ അതിൻ്റെ ഇൻസൈഡിൽ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യണം. ഇതേപോലെ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്യണം.
ഇതേപോലെ മറ്റ് 2 സർക്കിൾ കണ്ടെയ്നേഴ്സ് വെക്കാനുള്ള ഭാഗവും നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നമുക്കിത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇച്ചിരി ടൈം എടുക്കും. നമുക്കൊരു നല്ല അടിപൊളി യുണീക്കായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഐറ്റം നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മിഡിലിൽ നമുക്ക് വെക്കാം. ഇതിൽ ദിയയും കൂടി വെക്കേണ്ടത്. നമുക്ക് ലാസ്റ്റ് കാണാം എങ്ങനെയാണ് ദിയ വെക്കണേന്ന്. ദീപാവലി അല്ലേ, അപ്പോൾ നമുക്ക് ആ ദിയയും കൂടി വെച്ചാലല്ലേ ദീപാവലി ഫിനിഷ് ആവത്തുള്ളൂ. വെളിച്ചവും മധുരവും എല്ലാം കൂടി ഇതല്ലേ ദീപാവലി. അപ്പോൾ നമ്മുടെ ട്രേയുടെ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാനുള്ള കണ്ടെയ്നേഴ്സിൻ്റെ ഇത് ശരിയായി. ഇനി നമുക്കതിനൊരു അടപ്പ് വേണം, മൂടി വെക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കോയിൻ പോലെ നമ്മുടെ പേപ്പർ റോൾസ് ഇങ്ങനെ റോൾ ചെയ്ത് അതിൽ ഇൻസെർട്ട് ചെയ്യണം. അതിൻ്റെ സൈസ് അനുസരിച്ചിട്ട് ആ കണ്ടെയ്നറിൻ്റെ വട്ടം അനുസരിച്ചിട്ട് നമ്മൾ അത്രയും വട്ടത്തിൽ അങ്ങനെ ഉണ്ടാക്കി ജസ്റ്റ് വെച്ചാൽ മതി. ഇങ്ങനെ കിട്ടും. അതിന് മേലെ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സർക്കിൾ ഷേപ്പിൽ ഏതെങ്കിലും നമ്മുടെ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഫെവിക്കോളിൻ്റെ ആ മുകളിലത്തെ ഇതിലാണ്, അത് ജസ്റ്റ് ഒന്ന് സ്ട്രോസ് റോൾ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇൻസെർട്ട് ചെയ്താൽ മതി. അത് ജസ്റ്റ് ഒന്ന് അറ്റം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ലൈറ്റ് ദീപത്തിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടും. അങ്ങനെ 3 ഫിനിഷ് ചെയ്തു. അപ്പോൾ കാണാൻ അടിപൊളിയല്ലേ. ഇനി നമുക്ക് പെയിൻറ്റും കൂടി അടിച്ചാലാണ് അടിപൊളിയാവുള്ളൂ. അപ്പോൾ നമുക്കിനി പെയിൻ്റ് അടിക്കാം. ഞാനിവിടെ ബ്ലാക്ക് പെയിൻ്റാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് ഫുള്ളായിട്ട് എല്ലാം ട്രേയും ഇൻസൈഡ് എല്ലാം നമ്മൾ ബ്ലാക്ക് വെച്ച് ഫസ്റ്റ് ഫിനിഷ് ചെയ്യും. ഒത്തിരി സമയം എടുക്കും. എന്ന് വെച്ചാൽ എല്ലാ ഗ്യാപ്പും ഒക്കെ നമ്മൾ അടിക്കണ്ടേ. അപ്പോൾ കുറച്ച് നേരം എടുക്കും. എൻ്റെ കൈയൊക്കെ ബ്ലാക്ക് കളറാണ്. അത് സാരമല്ല, നമുക്ക് കഴുകിയേ പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഫുള്ളായി ചെയ്തു. ഇനി നമുക്ക് ആ മെടഞ്ഞതിന് ഒരു മെറ്റാലിക് ബ്രോൺസ് കളറാണ് ഇഷ്ടമുള്ള കളർ ചെയ്യാം. നമുക്ക് ഗോൾഡ്, സിൽവർ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഞാനിവിടെ ഈ കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഫിനിഷ് ചെയ്തു. അതിനുശേഷം ക്യാപ്പിൻ്റെ മുകളിലും ദിയയുടെ സൈഡിലും ഈ കളർ തന്നെ കൊടുത്തു. അപ്പോൾ ബ്ലാക്ക് ആൻഡ് മെറ്റാലിക് ബ്രൗൺസ് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ട്രേ റെഡിയായി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ ഞാനൊരു കണ്ടെയ്നർ വെച്ച് അതിലോട്ട് ഡ്രൈ ഫ്രൂട്ട് വെക്കുക. അതുപോലെ 4 കോർണറിലും ദിയ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ ഡ്രൈ ഫ്രൂട്ട് ട്രേ റെഡിയായി. എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ എവരിവൺ.